നമസ്കാരം. പശ്ചിമേഷ്യയിലെ സമാധാനം ഒരു വശത്ത് നടക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു പരിധിവരെ സമാധാനത്തിന്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലും ലെബനാനും തമ്മിൽ വലിയ തരത്തിലുള്ള യുദ്ധത്തിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇസ്രായേൽ ഇന്നലെ ലെബനിലോട്ട് പൂർണ്ണമായും ഏകദേശം 30ഓളം കിലോമീറ്റർ താണ്ടി ലെബനിലോട്ട് കയറി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. 12ാം നൂറ്റാണ്ടിലെ ഏറ്റവും ചരിത്രപ്രധാനമായ ബിയൂഫ് കോട്ട് ഇന്നലെ ഇസ്രായേൽ സേന ലെബനന്റെ ഉള്ളിൽ കയറി കീഴടക്കിയെന്ന് മാത്രമല്ല അവിടെ ഇസ്രായേലിന്റെ പതാക നാട്ടി ഇത്തരത്തിൽ എന്താ പറയാ കഴിഞ്ഞ 26 വർഷങ്ങൾക്കിടയിൽ ഇത് ആദ്യമായാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു അധിനിവേശം ലെബനിലോട്ട് നടത്തുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 26 വർഷങ്ങൾക്ക് മുമ്പേയും ഇതേപോലെ സമാനമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ സേന അവിടെ പോവുകയും ബിയൂഫ് കോട്ടിൽ ഇസ്രായേൽ പതാക നാട്ടുകയും ആ സ്ഥലങ്ങളെല്ലാം പിടിച്ച് കീഴടക്കുന്നതെല്ലാം കണ്ടതായിരുന്നു. പിന്നീട് സമാധാനത്തിന്റെ ഉടമ്പടി വന്നപ്പം പിന്നീട് ഇസ്രായേൽ സേന തിരിച്ചു വന്നതായിരുന്നു. എല്ലാം വിട്ടുകൊണ്ട് എല്ലാം പിടിച്ച സ്ഥലങ്ങളെല്ലാം തിരിച്ച് ലെബനിലോട്ടെല്ലാം കൊടുത്ത് ഇത്തരത്തിലുള്ള വലിയ തരത്തിലോട്ട് പുറകോട്ട് പോയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ സേന 26 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ സേന ലെബനിലോട്ട് കടന്നു കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ വരുന്നത്. അതുകൂടാതെ കോട്ടയ്ക്ക് മുകളിൽ ഇസ്രായേൽ സേന പതാക വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം ഇത്ര അതിരൂക്ഷമായി പോകുന്ന സ്ഥലത്ത് ഇനി ഈ ഒരു സ്ഥലം വിട്ടുകൊടുക്കുമോ എന്നുള്ള വലിയൊരു ആകാംക്ഷയും മറുവശത്ത് ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലിത്താനി നദി ക്രോസ് ചെയ്തിട്ടാണ് ഇസ്രായേൽ സേന ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 12 ലക്ഷത്തോളം ലെബനനി പൗരന്മാരാണ് ഈ ഒരു സംഭവത്തോടു കൂടി പിന്നെ അവരുടെ സ്വന്തം രാജ്യം വിട്ട് പുറത്തോട്ട് പോയിട്ടുള്ളത്, മൈഗ്രേറ്റ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ സേന അതിശക്തമായി മുമ്പേറുമ്പോൾ ലെബനൻ ഇത്തരത്തിൽ അതിശക്തമായ അടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുവശത്ത് നമുക്കറിയാം ഇറാൻ അവരുടെ സമാധാന ഉടമ്പടി കരാറിൽ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലെബനനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് നിർത്തണം എന്നുള്ളൊരു കാര്യം അമേരിക്കക്ക് മുമ്പിൽ ഒടിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരുപാട് കരാറുകളുണ്ട്. തങ്ങളുടെ ആണവശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ന്യൂക്ലിയർ പവറിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പലവിധ കാര്യങ്ങൾ ഹോർമൂസിൻ്റെ കാര്യങ്ങളായാലും പല കാര്യങ്ങളും മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞ പോലെ ലെബനനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് നിർത്തണം എന്നുള്ളത്. ഇത് നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അതിശക്തമായിട്ട് ഇസ്രായേൽ ഈ പറഞ്ഞ പോലെ ലെബനിലോട്ട് കടന്നു കയറി എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ സേന ലെബനിലോട്ട് കടന്നു കയറുന്നത് എന്നുള്ളത് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഹിസ്ബുള്ളയെ അവരുടെ താവളത്തിൽ പോയിങ്ങാണ്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം 7-ാം തീയതി നടന്ന ആക്രമണത്തിൽ ഈ പറഞ്ഞ പോലെ ഹിസ്ബുള്ളയും ഹമാസും മറ്റെല്ലാ കക്ഷികളും ഒരുമിച്ച് കൂടിയിട്ടായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ഉണ്ടായത്. അപ്പം അതിന് മറുപടി എന്നോണം ഇനിയൊരു ആക്രമണം ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. 4 ഭാഗത്തും ശത്രുക്കൾ പതിയിരിക്കുന്നു. അതിൻ്റെ ഒത്തുനടുക്കെയാണ് ഇസ്രായേൽ ഇരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഇനിയൊരു ആക്രമണം തൊട്ടടുത്തുള്ള ഒരു രാജ്യങ്ങളിൽ നിന്ന് വരാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് ഇസ്രായേൽ സേന ഇത്തരത്തിലുള്ള ഒരു അധിനിവേശത്തിന് തയ്യാറെടുക്കുന്നത്. അമേരിക്കയുടെ എല്ലാവിധ നയങ്ങൾക്കും മറികടന്നുകൊണ്ട് അമേരിക്ക പാടില്ല എന്ന് പറഞ്ഞാൽ പോലും ഇസ്രായേൽ സേന ഇന്നത് കേൾക്കുന്ന ഒരവസ്ഥയിലല്ല. അപ്പം അമേരിക്ക മുമ്പോട്ട് വെച്ച എല്ലാവിധ കരാറുകളും മറ്റെല്ലാ അനുനയ കരാറുകളും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സേന മുമ്പോട്ട് എന്നുള്ളതാണ്. അതിനിടയിൽ ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത പുറത്തോട്ട് വരുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജി സമർപ്പിച്ചു എന്നുള്ളതാണ്. മുജ്തബ ഖമനൈ ഇറാന്റെ സമുന്നതനായ നേതാവ് മുജ്തബ ഖമനൈക്ക് രാജി സമർപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ആരോപിക്കുന്നത് IRGC ഇപ്പോൾ പൂർണ്ണമായി രാജ്യത്തെ കീഴടക്കി എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും IRGC ഇടപെടുന്നു എന്നുള്ളതും തങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം. ആയത്തുള്ള അലി ഖമനയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇലക്ഷൻ മുഖാന്തരമാണ് ഈ പറഞ്ഞ പോലെ മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റായി വരുന്നത്. പിന്നീട് അങ്ങനെ ആയിരുന്നുള്ളൂ പ്രസിഡന്റ്. ഇദ്ദേഹം ഒരു മിതവാദിക്കാരനാണ്. പിന്നീട് അവിടെ ഇറാന്റെ സമുന്നതനായ നേതാവായ ആയത്തുള്ള അലി ഖമനായി അദ്ദേഹമായിരുന്നു സമുന്നതനായ നേതാവ്. പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൊലപാതകത്തോടു കൂടി പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ മുജ്തബ ഖമനൈ ഭരണത്തിലോട്ട് വരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ആയത്തുള്ള ഖമനൈക്ക് ഉണ്ടായിരുന്ന ഒരു അക്രമാദിത്വം അല്ലെങ്കിൽ ഒരു പിടുത്തം
മുജിതബ ഖമനേയ്ക്ക് ഇറാൻ IRGC-യിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞാൽ ഇറാൻ സൈന്യം കേൾക്കുമായിരുന്നു. IRGC-യും മറ്റെല്ലാ ഇറാന്റെ എല്ലാവിധ സംഘടനാ കാര്യങ്ങളും ചലിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കഴിവുള്ള നേതാവായിരുന്നു ആയത്തുള്ള അലി ഖമനേയി. അദ്ദേഹം കൊല്ലപ്പെട്ടതോടുകൂടി മുജിതബ ഖമനേയി ആ നേതൃത്വം ഏറ്റെടുക്കുന്നു മാത്രമല്ല, അലി ഖമനേയിക്ക് ഉണ്ടായിരുന്ന ആ ഒരു നേതൃത്വ മികവ് ഒരിക്കലും മുജിതബ ഖമനേയിക്കില്ല. മാത്രമല്ല IRGC ഒരിക്കലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജി സമർപ്പിക്കുന്നു. ഇത് പറയുന്നത് മറ്റാരുമല്ല, ഇറാൻ വാർത്താ മാധ്യമങ്ങളും ഫോക്സ് ന്യൂസ് അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഉള്ളിൽ നിന്ന് ഇറാന്റെ വാർത്താ ഏജൻസികളും ഇക്കാര്യം പുറത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഭരണ സ്ഥിരാകേന്ദ്രം ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർ പറയുന്നത് ഇതെല്ലാം പാശ്ചാത്യ രാജ്യങ്ങൾ പടച്ചുവിടുന്ന ഒരു എന്താ പറയുക ഗിമ്മിക്കുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് മാത്രമാണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. എന്തായാലും ഒരു വശത്ത് ഇത്തരത്തിൽ രാജി സമർപ്പിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു, മറുവശത്ത് ഇസ്രായേൽ ലെബനനെ കീഴടക്കുന്നു. ഏകദേശം 30ഓളം കിലോമീറ്റർ താണ്ടി ഉള്ളിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ പശ്ചിമേഷ്യയിൽ ഇനി സമാധാനം എന്താകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്നറിയേണ്ടത് ഒന്ന് തന്നെയാണ്.